പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ എളുപ്പത്തിലും വേഗത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഇഡലി ഉപ്മാവിനെ കുറിച്ചാണ്. അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. പൊടികളായി മുളക് പൊടി, ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല 1 ടേബിൾ സ്പൂൺ, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ചെറുതായി അരിഞ്ഞ വലിയുള്ളി 2 എണ്ണം, പച്ചമുളക് 1 എണ്ണം, കറിവേപ്പില, വെളുത്തുള്ളി 1 അല്ലി ചതച്ചത്, തക്കാളി ഓപ്ഷണലാണ്, ഇഡലി 12 എണ്ണം പൊടിച്ചെടുത്തത്. എന്നാൽ നമുക്ക് ഒട്ടും സമയം പാഴാക്കാതെ കുക്കിങ്ങിലേക്ക് കടക്കാം. അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കുക. ഇഡലി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഉരുളിയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് അത്യാവശ്യം നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയുള്ളി, പച്ചമുളകും ചേർത്ത് ഒരു 5 മിനിറ്റ് അത്യാവശ്യം നന്നായി വതക്കി കൊടുക്കുക. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ വതക്കി കൊടുക്കണം. തക്കാളി ഇതിൽ ഓപ്ഷനിലാണ്. തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിന് കൂടെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. പൊടികൾ കരിയാതെ സൂക്ഷിക്കണം. ഈ മസാലയിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഡലി ചേർത്ത് കൊടുത്ത് അത്യാവശ്യം നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് അടുപ്പിൽ തന്നെ വെച്ച് അത്യാവശ്യം നല്ല പോലെ ഇളക്കി കൊടുത്ത് കട്ടകളെല്ലാം ഉടച്ച് അടുപ്പിൽ നിന്ന് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇത് ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇടുന്നതാണ്. മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതിയാകും. ആ കട്ടകളെല്ലാം കയ്യിൽ ഉപയോഗിച്ച് ഉടച്ചു കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇത് ഇളക്കി അടുപ്പിൽ നിന്ന് പാകമാകുമ്പോൾ ഇറക്കി കൊടുക്കുക. ഈ ഉപ്പുമാവ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഉണ്ടാക്കി നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.